നിങ്ങൾ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാനത് വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം, ഈ മൃഗത്തിൽ നിന്നാണല്ലോ മനുഷ്യൻ വന്നത് എന്ന് പരിണാമ സിദ്ധാന്തം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മൃഗങ്ങൾ ഒരിക്കലും മറ്റു മൃഗങ്ങളെ വെറുതെ ആക്രമിക്കാറില്ല. ഒരു സിംഹം അതിന് വിശക്കാതെ, ഒരു പുലി അതിന് ഭയങ്കര വിശപ്പ് വരാതെ ഒരു മാനെ പിടിക്കില്ല. അവരുടെ വിശപ്പിനുള്ള ഭക്ഷണമാണത്. എന്നാൽ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയല്ല. അവൻ മറ്റുള്ളവരെ കടിച്ചു കീറുന്നു. മൃഗങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ മനുഷ്യൻ ചെയ്തിട്ട് മനുഷ്യൻ അത് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് അവർ വളരെ മൃഗീയമായിട്ടാണെന്ന്. മൃഗീയം എന്ന വാക്കോട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം മൃഗം ഒരിക്കലും അത് ചെയ്യുന്നില്ല. അതിനെ എങ്ങനെ മൃഗീയമെന്ന് വിളിക്കും? നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിനെ കീറി തിന്നുമ്പോൾ അതിനെ മൃഗീയമെന്ന് വിളിക്കാൻ പറ്റും? എൻ്റെ വിശപ്പിന് എൻ്റെ ചപ്പാത്തി എനിക്ക് കീറി തിന്നേണ്ടി വരും. പൊറോട്ട ഞാൻ വലിച്ചു കീറിയാണ് തിന്നുന്നത്. അതിനെ മൃഗീയമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വിശപ്പിന് കഴിക്കുന്നു. മൃഗങ്ങൾ അതേ ചെയ്യുന്നുള്ളൂ. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. തമ്മിൽ വെറുതെ വെട്ടിക്കൊല്ലുന്നു, വെറുതെ നശിപ്പിക്കുന്നു. അപ്പോൾ ഒരു സത്യം അറിയണം, മൃഗങ്ങൾ ഇന്നും സത്യസന്ധരാണ്. ദൈവം ആക്കിയ സ്ഥാനത്ത് അവരിന്നും നിലനിൽക്കുന്നവരാണ്. വീഴ്ച പറ്റിയതും ശപിക്കപ്പെട്ടതും പാപം ചെയ്തതും എല്ലാം മനുഷ്യനാണ്. മനുഷ്യൻ്റെ മടങ്ങിവരവാണ് സകല സൃഷ്ടികൾക്കും വിടുതലാകുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടികൾ മനുഷ്യപുത്രൻ്റെ വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുന്നു. മനുഷ്യർ നന്നായാൽ ഈ പ്രകൃതിയെ നന്നായെന്ന് സൃഷ്ടികൾക്ക് പോലും അറിയാം. അതുകൊണ്ട് വഴിയെ പോകുന്ന പട്ടിക്ക് പോലും നമ്മളോട് പറയാനുള്ളത്, ചേട്ടാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുക. ഞങ്ങളുടെ നാടൊന്ന് നന്നാകട്ടെ, ഞങ്ങളുടെ ദേശത്തിൻ്റെ സ്ഥിതി മാറട്ടെ എന്നാണ് സൃഷ്ടികൾക്ക് നമ്മളോട് പറയാനുള്ളത്. അതുകൊണ്ട് മൃഗങ്ങൾ പോലും ദൈവത്തിൻ്റെ വഴിയിലാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളും സൗരയുധങ്ങളും സകല സൃഷ്ടികളും ദൈവപുത്രനെ, യേശുവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നുണ്ട്. മനുഷ്യൻ മാത്രം അത് കാത്തിരിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് നല്ല ജീവിതം നയിപ്പാൻ യേശു കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ രക്ഷകനായ യേശുവിനെ ചേർന്ന് പാടി ആരാധിക്കാം. Justice and praise become my embrace, to love you from the inside out. You will above all else, my purpose remains, the art of losing myself in everlasting. Your light will shine and all hell's fates never ending.
inside of my soul cries out, Lord. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നു. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇടറിപ്പോവുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുക. അങ്ങനെ പലവട്ടം യേശുവിനോട് ബന്ധപ്പെട്ട് കടന്ന് ഒത്തിരി പേർക്ക് സംഭവിച്ചു. യേശു പറഞ്ഞ വാക്ക് തന്നെ ചിലർക്ക് ഇടർച്ചയായി. യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ തിന്നണം, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണം. ഇത് കേട്ടപ്പോൾ ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് യേശുവിനെ വിട്ടുപോയി. എന്നാൽ യേശു കൂടെയുള്ള 12 പേരോട് ചോദിച്ചു, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? അതിന് യേശു, നിങ്ങളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കിത്തിരി ആശ്വാസമായി എന്നല്ല യേശു പറഞ്ഞത്. എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അപ്പോൾ 12 പേർക്കും ആശയക്കുഴപ്പമായി. നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. ഇതാരാണെന്ന് പറയുന്നില്ല. 12 പേരെ ഇൻസൾട്ട് ചെയ്തതുപോലെയായി. കാരണം യേശുവിന് ഇതൊന്നൊരു വിഷയമല്ല. അതായത് നമ്മൾക്കിടക്ക് ഒരു തോന്നലുണ്ടാകും, നമ്മളൊന്നും ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ജീവിതം ആകെ കട്ടപ്പോകയാകുമെന്ന്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇടർച്ച വരും. യേശു പഠിപ്പിച്ചു, ഇടർച്ച വരും. ഇടർച്ച വരുന്നത് നല്ലത് തന്നെ. ഇടർച്ച വരുത്തുന്നവർക്കും അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. അവരുടെ കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി അവനെ കടലിൽ താത്തുന്നത് നല്ലതെന്ന്, ഇടർച്ച വരുത്തുന്നവന്. എന്നാൽ ഇടർച്ച വരുന്നവർക്കോ അത് ഗുണമായിട്ട് മാറും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിന് വേണ്ടി നിന്നിട്ടും ഛേദം വന്നാലും മാറാത്തവനായി എന്ന് പറയുന്നത് പോലെ സത്യത്തിന് വേണ്ടി നിൽക്കുന്നിട്ടും നിങ്ങൾ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എതിരെ വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ, അതിനകത്ത് എന്തൊക്കെയോ അത്ഭുതം നടക്കാൻ പോകുന്നു. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇടർച്ച വന്നാൽ ഒരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു, ഒരടുത്ത ഒരു തലത്തിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നതിൻ്റെ അർത്ഥം. 2, വലിയൊരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു. ഇടർച്ച വന്നാൽ അറിയേണ്ട സത്യങ്ങൾ: 1, ഒരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു. ഇന്നായിരിക്കുന്ന പല ബന്ധങ്ങളെക്കാൾ നല്ലൊരു ബന്ധത്തിലേക്ക് ദൈവം നിങ്ങളെ മാറ്റാൻ പോകുന്നു. ഇന്നായിരിക്കുന്ന ബന്ധങ്ങളിൽ നിന്നായിരിക്കാം ഇടർച്ച വന്നത്. പലരും നിങ്ങളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളുമായിട്ടുള്ള ബന്ധം കളഞ്ഞു, നിങ്ങളെ മോശമായി ചിത്രീകരിച്ചു. അങ്ങനെ വരുമ്പോൾ ഓർത്തേക്കണം, അതിനേക്കാൾ നല്ലൊരു ബന്ധത്തിലേക്ക് ദൈവവാതിൽ തുറക്കാൻ പോകുന്നു. 2, അനുഗ്രഹിക്കപ്പെടുന്ന അടുത്ത തലം തുറക്കാൻ പോകുന്നു. പല ബന്ധങ്ങളും മേഖലകളും തുറക്കാൻ പോകുന്നു. 3, വലിയൊരു അഭിഷേകത്തിലേക്കാണ് ഈ ഇടർച്ച നിങ്ങളെ കൊണ്ടുവരാൻ പോകുന്നത്. എവിടെ ശ്രദ്ധിച്ചോ? യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ വലിയ ഇടർച്ചകൾ വന്നപ്പോഴെല്ലാം സഭ ആർത്തു വളർന്നിട്ടേ ഉള്ളൂ. ഏത് സഭ? പരിശുദ്ധാത്മാവിലുള്ള സഭ, വീണ്ടും ജനിച്ചവരുടെ കൂട്ടമായ സഭ. അപ്പോൾ സംഘടനയെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. സംഘടനകളെല്ലാം കോവിഡ് കാലത്ത് പലതും പൂട്ടിക്കെട്ടി. എന്നാൽ സഭകൾ കോവിഡ് കാലത്ത് ആർത്തു വളർന്നു. ഡേവിഡ് ഒയിഡ്പോ എന്ന ഒരു ദൈവദാസൻ്റെ നൈജീരിയയിലെ ചർച്ചിൽ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഞാനും കുറച്ച് ദൈവദാസന്മാർ സ്നേഹിതർ പോയിരുന്നു. 3000 ഏക്കറിലാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ചർച്ച് 50,000 പേർക്ക് ഇരിക്കാൻ ഓവർഫ്ലോ ആയി. ഇപ്പോൾ 1.25 ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന ചർച്ചാണ് പണിയുന്നത്. അവർ 10-15 നിലയിൽ മുകളിലുണ്ട് അതിൻ്റെ ഉയരം. അദ്ദേഹത്തിൻ്റെ മരുമകൻ തന്നെ ഞങ്ങളൊരു വണ്ടിയിൽ മുഴുവൻ ചുറ്റി കറക്കി, അകത്തും പുറത്തുമല്ല. 3000 ബാത്റൂമുണ്ട്. കേരളത്തിലാണ് ഇത് പണിയുന്നതെങ്കിൽ പാവപ്പെട്ടവരുടെ കാശുകൊണ്ടാണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര വിമർശനങ്ങൾ വരും.
നൈജീരിയയിലായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ദൈവദാസൻ ഒത്തിരി പ്രതിബന്ധത്തിൽ കൂടി പോയതാളാണ് ഡേവിഡ് ഒയെഡുപ്പോ. അദ്ദേഹം കോവിഡ് കാലത്ത് മാത്രം 2000 പുതിയ സഭകൾ ആരംഭിച്ചു. അത് 500-ന് മുകളിൽ 1000-ന് മുകളിലോട്ടുള്ള 2000 ചർച്ചുകൾ ലോകരാജ്യങ്ങളിൽ സ്ഥാപിച്ചു. എങ്ങനെ അത് സംഭവിച്ചു? ശരിയായ സഭ, വിമർശനങ്ങളിലൂടെ പോകുന്ന സഭ, എതിർപ്പുകളുള്ള സഭ, അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. എതിർപ്പുകളുണ്ട്, അതിനെ തകർക്കാൻ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. ഞാൻ ഒരു സംഘടനയെ പണിയുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. നമ്മൾ സഭയായിട്ട് നിൽക്കുന്ന കാലത്തോളം രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്തൃമേശയിൽ പങ്കെടുത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ജ്വലിച്ച് ദേശത്ത് നല്ല സാക്ഷ്യമുള്ളവരായി നിലകൊണ്ടാൽ ഇതിനെ ഇളക്കിക്കളയാൻ ഒരു കാര്യത്തിനും കഴിയില്ല. അത് ഓരോ ദിവസം കഴിയുന്തോറും ആർത്തു വളരും. അതുകൊണ്ട് അപ്പോസ്തലന്മാരും അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ അവർക്ക് ഇടർച്ച വരുന്ന വിഷയങ്ങളുണ്ടായി. 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവർ യവന ഭാഷക്കാരുടെ ഫാമിലികളൊക്കെ ആയിട്ട് കുറേ വിഷയങ്ങളുണ്ടായി. അവരുടെ വിധവമാരെ മറ്റുള്ള വിധവമാരെ പോലെ അംഗീകരിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു ചേരിതിരിവൊക്കെ സഭയ്ക്കകത്ത് കയറിയപ്പോൾ അപ്പോസ്തലന്മാരൊരു തീരുമാനമെടുത്തു. ഇനി ഞങ്ങൾ മേശമേൽ ഉള്ള ശുശ്രൂഷ, വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റുള്ളവരെ അതിഥി സൽക്കാരം നടത്തുക, ഇങ്ങനെയുള്ള പരിപാടിയിൽ ഞങ്ങൾ നിർത്തുകയാണ്. ഞങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കാൻ പോവുകയാണ്. എന്നാൽ ഇന്നുവരെ ചെയ്ത കാര്യങ്ങൾ കൊണ്ടുപോകാൻ 7 പേരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അവസരം തരികയാണ്, സഭയോട് പറയുകയാണ്. എന്നാൽ ഒരു കണ്ടീഷൻ, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം, നല്ല ജ്ഞാനം, ദൈവിക വചന നിശ്ചയമുള്ളവരായിരിക്കണം. അടുത്തത് പരിശുദ്ധാത്മാവുള്ളവരായിരിക്കണം. നല്ല ജ്ഞാനമെന്ന് അവിടെ കൊടുക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവിക ജ്ഞാനം വേണം. വചനത്തിൻ്റെ ജ്ഞാനമുള്ളവർക്ക്, വചനപരിജ്ഞാനമുള്ളവർ, സാക്ഷ്യമുള്ളവർ, പരിശുദ്ധാത്മാവുള്ളവർ. ചിലർക്ക് നല്ല സാക്ഷ്യം ഉണ്ടാകും, വചനമായിട്ട് ഒരു ബന്ധം ഉണ്ടാകില്ല. ചിലർക്ക് നല്ല വചനമായിരിക്കും, ഒട്ടും സാക്ഷ്യം ഉണ്ടാകത്തില്ല. ചിലർക്ക് വചനവും സാക്ഷ്യവും ഉണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകില്ല. ഇത് 3ഉം കൂടി ബാലൻസ് ചെയ്യുന്ന 7 പേരെ കിട്ടണം. വലിയ മെനക്കേടാ. 3 കാര്യം ഒരുപോലെ വരണമെങ്കിൽ വളരെ വില മുടക്കിയ ഒരു വ്യക്തി ആയിരിക്കണം. ഫിലിപ്പോസും സ്തെഫാനോസും പ്രഗൈരയോസ് ഇങ്ങനെയുള്ള ഒരു 7 പേരെ കിട്ടി. അവരെ കൈവച്ച് വേർതിരിച്ചു. പിന്നെ നമ്മൾ വായിക്കുന്നു, സഭ വളർന്നു, ജനങ്ങൾ പെരുകി, ഭയങ്കര ആർത്ത് വളർച്ചയുണ്ടായി. ആ ഭിന്നത ആ കാറ്റിൽ പറന്നുപോയി. ഒരു അപ്പൂപ്പന്താടി പറക്കുന്നത് പോലെ കാറ്റിൽ ആ ഭിന്നതയെ പരിശുദ്ധാത്മാവ് പറത്തിക്കളഞ്ഞു. ഇതുപോലുള്ള ചില ദൈവപ്രവർത്തികൾ നടക്കും. ഇടർച്ച വരുമെന്നുള്ളത് നിശ്ചയമാണ്. ഇടർച്ചയെന്ന് പറഞ്ഞാൽ സുഗമമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ ഒന്ന് തെറ്റിക്കുക, നമ്മളെ ഒന്ന് ക്ഷീണിപ്പിക്കുക, നമുക്കെതിരെ അസഭ്യം പറയുക, നമുക്കെതിരെ സകല തിന്മയും കളവായി പറയുക, നമ്മെ ആക്ഷേപിക്കുക, നമ്മെ നിരുത്സാഹപ്പെടുത്തുക, നമ്മുടെ മുന്നോട്ടുള്ള ഗമനങ്ങളെ തടയുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ കൂത്തുകാഴ്ചയാക്കാൻ നോക്കുക, നമ്മളെ വില കുറഞ്ഞതാക്കി കാണിക്കാൻ നോക്കുക, നമ്മുടെ മുമ്പിൽ മറ്റുള്ളവരുടെ വില ഉയർത്തി കാണിക്കുക. മറ്റുള്ളവരെ നമ്മുടെ മുമ്പിൽ വളരെ ഉയർത്തി കാണിക്കുമ്പോൾ നമ്മൾ താഴ്ന്നു പോകുമല്ലോ. അതും ഒരിടർച്ചയുടെ വേദനാജനകമായ അന്തരീക്ഷങ്ങളാണ്. അപ്പം ഇതെല്ലാം കാണുമ്പോഴും നീ ഒരു സഭയാണോ, നിങ്ങളൊരു സഭയാണോ, യേശു തിരഞ്ഞെടുത്ത ദൈവവിളിയുള്ള വ്യക്തിയാണോ, ആർക്കും നിങ്ങളെ ഇടർച്ചയിലൂടെ തകർക്കാൻ കഴിയില്ല. യേശു അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകും. ഇടർച്ചകൾ വരുന്നത് നല്ലത് തന്നെ, നല്ലതാണ്. ഇടർച്ച വരുന്നത് നല്ലതാണ്. ഈ സത്യം എല്ലാവരും അറിയണം.
ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അനവധി ദൈവദാസന്മാർക്കെതിരെ അനവധി വിഷയങ്ങളുമായി ഒത്തിരി വാർത്തകൾ വരുന്നത്. അപ്പോൾ ഈ വാർത്തയിടുന്നവർക്കും അവരോട് വിഷയം ഉണ്ടായിട്ടല്ല, ഇവരുടെ വ്യൂസ് കൂടുമ്പോൾ ഇവർക്ക് അതിനോട് ഗുണമുണ്ട്. എന്നാൽ വ്യക്തിപരമായിട്ട് ആർക്കും ആരോടും വൈരാഗ്യമില്ല. പണ്ടങ്ങനെയല്ല, വൈരാഗ്യം കൊണ്ടാണെങ്കിൽ ഇപ്പം അങ്ങനെ അസൂയ കൊണ്ടൊന്നുമല്ല. നല്ല വ്യൂസ് ഉള്ളൊരു ദൈവദാസനെതിരെ പറഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. വ്യൂസ് ഇല്ലാത്ത ഒരു ദൈവദാസനെതിരെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. നല്ല വ്യൂസ് ഉള്ള ദൈവദാസന്മാർക്കെതിരെ അപവാദം പറയുമ്പോൾ, അപ്പോൾ ഇതെല്ലാം നാളെ ഇത് കേൾക്കുന്ന പലരും നിങ്ങൾ നാളെ ശുശ്രൂഷയിൽ ഇറങ്ങി നിങ്ങൾ കർത്താവിൽ അങ്ങോട്ട് വളരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇടർച്ചകളുണ്ടാകും. ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എല്ലാ സഭായോഗത്തിനും വരണം. എങ്ങനെ? ലേറ്റായിട്ട് വരണം. സഭായോഗം തീരുന്നതിന് മുമ്പ് പോകണം. പിന്നെ ഇട മീറ്റിങ്ങിനൊന്നും വരരുത്. കുടുംബ പ്രാർത്ഥന വേണമെങ്കിൽ, പിന്നെ ചർച്ചിലെ മെമ്പറാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും പോകരുത്. ഇങ്ങനെ തുടർന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇടർച്ച ഉണ്ടാകത്തില്ല. അന്യഭാഷയെ പ്രാർത്ഥിക്കരുത്, ബൈബിൾ അധികം വായിക്കരുത്, പിന്നെ ബന്ധുക്കളിലെയും നാട്ടുകാരുടെ എല്ലാ ഫംഗ്ഷനും എല്ലാ പരിപാടിക്കുമായിട്ട് എൻഗേജ്ഡ് ആകുക. സഭയോട് ഒരിക്കലും അധികം അടുക്കരുത്, ദൈവദാസനോടും അടുക്കരുത്. അങ്ങനെയൊക്കെ അടുത്ത് നിന്നാൽ നിങ്ങൾ അഭിഷേകത്തിൽ വളരും, നിങ്ങൾ കൃപയിൽ വളരും, നിങ്ങൾക്ക് ഇടർച്ചകൾ ഉണ്ടാകും. ഇതാണ് അതിൻ്റെ സത്യം. കർത്താവിനോട് അടുത്തു വരുവിൻ, അപ്പോൾ ഭയങ്കര വിഷയം ഉണ്ടാകും. നാം കർത്താവിൻ്റെ ആൾക്കാരാണെന്നും നാം പരിശുദ്ധാത്മാവിൻ്റേതാണെന്നും മനസ്സിലാക്കിയാൽ പിശാച് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും എന്ന് കരുതി നിങ്ങൾ പിന്തിരിയേം വേണ്ട. അങ്ങനെ പിശാചിന് വിട്ടുകൊടുക്കണ്ട. എന്നാൽ പിന്നെ പിശാചെ, നീ കാൽവരി ക്രൂശിൽ ഏറ്റവും വലിയ തോൽവി അണഞ്ഞവനാണ്. സമാധാനത്തിൻ്റെ ദൈവം നിന്നെ ഞങ്ങളെ കാലിൻ്റെ കീഴെ മെതിക്കുമെന്ന് ഞങ്ങൾക്ക് വചനമുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങളെ ഒരിക്കലും ഇടർച്ച കൊണ്ട് തോൽപ്പിക്കില്ല എന്ന് പറഞ്ഞ് അവനെ നമുക്ക് നന്മ ചെയ്ത് തിന്മയെ ജയിക്കണം. അതായത് നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. നന്മയാൽ തിന്മയെ നമുക്ക് ജയിക്കണം. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. നമ്മളെ മടുപ്പിച്ച് കളയും. എത്രയോ പ്രാവശ്യം എന്നെ മടുപ്പിച്ചിട്ടുണ്ട്. പിശാച് മടുപ്പിച്ച് കളയും. മനുഷ്യരെ ഉപയോഗിച്ച് നമ്മളെ മടുപ്പിച്ച് കളയും. അതുകൊണ്ട് അവിടെയൊന്നും നാം തളരരുത്. കർത്താവിൽ ബലപ്പെട്ട് നിൽക്കുക. നമ്മൾ വായിച്ച വാക്യം, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ ഇടറിപ്പോകരുത്. എന്ത് കേട്ടാലും. ഇന്ന് ഞാനൊരു ദൈവദാസനോട് സംസാരിച്ചു. അദ്ദേഹത്തിനെതിരെ വന്ന വലിയൊരു വിമർശനത്തെ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ച് ബലപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാഷ എനിക്ക് ഒരു പേടിയില്ല. കാരണം എന്നെ വിളിച്ചത് ആരാണെന്ന് എനിക്കറിയാം. 2, എനിക്കൊരു നല്ല മിനിസ്ട്രി ദൈവം തന്നിട്ടുണ്ട്. 3, എനിക്ക് അത്യാവശ്യം തിരക്കുണ്ട്. 4, എവിടെ പോയാലും ദൈവം എന്നെ ഇതുവരെ ലജ്ജിപ്പിച്ചിട്ടില്ല. ഇത്രയും കാര്യമുള്ളപ്പോൾ എനിക്ക് ഈ വേണ്ടാതീനം ശ്രദ്ധിക്കാൻ ഒട്ടും നേരമില്ല. അങ്ങനെ പറയുന്നവരോട് മറുപടി പറയാനോ കേൾക്കാനോ എനിക്ക് നേരമില്ല. ഇടർച്ച വരുത്തുന്നത് ശ്രദ്ധിക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ കർത്താവിൽ തിരക്കുള്ളവനാണ്. ഇതാണ് ഇതിൻ്റെ മറുപടി. ഈ സത്യങ്ങൾ അറിഞ്ഞ് കർത്താവിൽ ബലപ്പെടാൻ ഓരോ പ്രിയപ്പെട്ടവരും ശ്രമിക്കുക. നിങ്ങൾക്കെതിരെ ആര് കാണിച്ചാൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾക്കെതിരാകും. ഒത്തിരി പേര് അഭിഷിക്തരെന്ന് പറയുന്നവർ പോലും നിങ്ങൾക്കെതിരാകും. നിങ്ങളുടെ അഭിഷേകം, നിങ്ങളുടെ മേലൊരു അഭിഷേകം ഉണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാം നിങ്ങൾക്കെതിരാകും. കാരണം പിശാച് ഏറ്റവും പേടിക്കുന്ന ഒന്നാണ് അഭിഷേകം, അനുഗ്രഹം. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് പിശാചിന് ഇഷ്ടമല്ല. നമ്മൾ നല്ല വീട് വല്ലതും പണിത, നല്ല ചർച്ച് പണിത, അതെല്ലാം വിവാദമാവും. നല്ല വണ്ടി മേടിക്കാൻ പറ്റത്തില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല, അതെല്ലാം വിവാദമാക്കും പിശാച്. എന്നാൽ ഇതെല്ലാം കേട്ടാലും നിങ്ങളിതൊന്നും കുറക്കണ്ട. കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കും. നിങ്ങൾ പാർക്കുന്ന ദേശത്ത്, നിങ്ങൾ പട്ടിണി കിടന്ന, നിലവിളിച്ച, നിരാശപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ കർത്താവ് നിങ്ങളെ തല ഉയർത്തും. അതുകൊണ്ട് എല്ലാ ഇടർച്ചകളെയും അതിജീവിക്കുന്ന ദൈവശക്തിയാൽ ഇന്ന് പകൽ നമുക്ക് നിറയാം. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഏത് വലിയ ഇടർച്ചകളെയും
വിമർശനങ്ങളെയും എതിർപ്പുകളെയും നിന്ദകളെയും അതിജീവിക്കാനുള്ള ശക്തി യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൽ ഏത് നേരത്തും പ്രാർത്ഥിച്ചു, ദൈവവചനം രാപ്പകൽ ധ്യാനിച്ചു. ജീവിതത്തിൽ വരുന്ന ഇടർച്ചകളെ അതിജീവിക്കാനുള്ള ശേഷി എല്ലാവരുടെ മേലുണ്ടാകട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തും. ഇന്ന് നമുക്ക് സഭയിൽ വെച്ച് 10:30 പ്രഭാതത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. നേരിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം. പകൽ മാത്രമേ ഉള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.